ഫസ്റ്റ് റിപ്പോർട്ട് വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസിന് ഒരു വർഷത്തോളം വാടക കുടിശ്ശികയുണ്ടായിരുന്നതായി കണ്ടെത്തൽ. ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ ഓഫീസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയുണ്ടായ വിവാദത്തിന് ശേഷം 2026 മാർച്ച് വരെയുള്ള വാടക കുടിശ്ശിക അടച്ചു തീർത്തു. ഓഫീസിന്റെ വാടക കരാർ അടക്കമുള്ള രേഖകൾ കൃത്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് കെട്ടിടങ്ങളുടെ വാടക രേഖകളും കോർപ്പറേഷൻ ശേഖരിച്ചു തുടങ്ങി. കെട്ടിടങ്ങളുടെ തറ വിസ്തീർണം അടക്കം പരിശോധിക്കാനും മേയർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഗോപാൽ ശിലാസനൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, കുടിശ്ശികയുണ്ടായിരുന്നു, പക്ഷേ വാടക കരാറെല്ലാം കൃത്യമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2026 മാർച്ച് വരെ വി കെ പ്രശാന്തിന് അദ്ദേഹത്തിന്റെ മുറിയിൽ തുടരാം, അല്ലേ? ഏറെക്കുറെ അത് അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺ. കാരണം ഈ വിവാദമുണ്ടായതിന് പിന്നാലെ ഇതിൽ എന്തെങ്കിലും ചട്ടവിരുദ്ധമായിട്ടാണോ ഇത് വാടക കരാർ എഴുതിയിരിക്കുന്നത്, കരാറില്ലാതെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വി രാജേഷ് മേയർ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ വാടക കരാറും മറ്റ് രേഖകളും എല്ലാം തന്നെ കൃത്യമാണ്. പക്ഷെ അതിൽ ഒരു പ്രശ്നമുള്ളതായി സൂചിപ്പിച്ചത് ഈ ഒരു വർഷത്തോളം കാലം MLA ഓഫീസിന്റെ വാടക കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നും ആർ ശ്രീലേഖ ഇത്തരത്തിൽ ഓഫീസ് ആവശ്യപ്പെട്ട് വി കെ പ്രശാന്തിനെ വിളിക്കുകയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ പ്രശ്നമുണ്ടായതിനു ശേഷം പിന്നീട് 2026 മാർച്ച് വരെയുള്ള മുഴുവൻ വാടകയും ഒന്നിച്ച് അടച്ചതായിട്ടുമാണ് ഇതിൽ രേഖകൾ വ്യക്തമാക്കുന്നത് എന്നതാണ് കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ അധികൃതർക്ക് മനസ്സിലായിരിക്കുന്നത്. അതേസമയം തന്നെ ബാക്കി കെട്ടിടങ്ങളും ഇത്തരത്തിൽ കോർപ്പറേഷന് കീഴിൽ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും രേഖകളും പരിശോധനാ വിധേയമാക്കണമെന്ന കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി വാടക കരാറുകൾ നൽകിയിരിക്കുന്ന ആ രേഖകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ശേഖരിച്ച് മേയർക്ക് കൈമാറിയിട്ടുണ്ട്. ബാക്കി ഫിസിക്കലി, അതായത് നേരിട്ട് വന്ന രേഖകൾ കൈമാറിയവരും വാങ്ങിയവരും കരാർ എഴുതിയവരുടെയും ഒക്കെ രേഖകൾ കണ്ടെത്തുന്നതിനും അത് പരിശോധിക്കുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം എടുക്കും. ശരി ഹരി. അപ്പോൾ ശരി ഗോപാൽ ജയാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടിശ്ശിക മുഴുവൻ അടച്ചു തീർത്തു. 2026 മാർച്ച് വരെയുള്ളത് അടച്ചു തീർത്തു. വാടക കരാറെല്ലാം ഇൻടാക്റ്റ് ആണ്, എല്ലാം കൃത്യമായി തന്നെ അവിടെയുണ്ട്. അപ്പോൾ വി കെ പ്രശാന്തിന് അവിടെ തുടരുന്നതിൽ ഇനി ചട്ടപ്രകാരം ഒരു തടസ്സവുമില്ല.